അപ്പോൾ കല്ലുവോട്ട രക്തസാക്ഷികളുടെ കുടുംബം എന്നോട് ചോദിച്ച ചോദ്യത്തിന് എനിക്ക് ഉത്തരം മുട്ടി. അവരെ സാന്ത്വനിപ്പിക്കണം. കോൺഗ്രസ് പ്രവർത്തകരുടെ ടെലിഫോൺ വിളി കൊണ്ട് എനിക്ക് തെലുങ്കാനയിൽ ഇരിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നു. അപ്പോഴാണ് ഞാൻ എല്ലാവരുമായിട്ട് ആലോചിച്ചിട്ട് അത്തരം ഒരു പോസ്റ്റ് ഇട്ടത്. ഞാൻ ആ പോസ്റ്റിനകത്ത് ഡിലീറ്റ് ചെയ്യാത്തതുകൊണ്ട് നിങ്ങൾക്ക് ആ പോസ്റ്റ് വീണ്ടും വീണ്ടും വായിക്കാം. ഞാനതിൽ ആരെക്കുറിച്ചും ഒരക്ഷരം പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് അങ്ങനെ ആരെങ്കിലും ഈ പറയപ്പെടുന്ന ആരോപണം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ എത്ര ഉന്നതരായാലും ശിക്ഷ അർഹിക്കുന്നവരാണ് എന്ന് ഞാൻ പറഞ്ഞു. അത് പറഞ്ഞതിൽ ഇപ്പോഴും ഞാൻ അടിയുറച്ച് നിൽക്കുകയാണ്. അതിനെന്താ തർക്കം? ഇത് പിന്നെ കാസർഗോട്ടെ കോൺഗ്രസ്സുകാരുടെ വികാരമാണ് ഞാൻ പ്രകടിപ്പിച്ചത്. ചില ആളുകൾക്കൊക്കെ ഇത് പറയാൻ പേടിയാണ്. കാര്യം അവിടെ സ്ഥാനങ്ങൾ നഷ്ടപ്പെടും. കാര്യം ഇദ്ദേഹം തന്നെ പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ സ്വാധീനം വളരെ വലുതാണെന്ന്. അപ്പോൾ സ്വാഭാവികമായി ഇത്രയും വലിയ സ്വാധീനമുള്ള ഒരാൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ സ്വാഭാവികമായി ഇരിക്കുന്ന സ്ഥാനം നഷ്ടപ്പെടുമെന്ന് പേടിച്ചാരും പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ ആ പോസ്റ്റ് ഇട്ടതിന് ശേഷം ആ പോസ്റ്റിന് അനുകൂലമായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ്, KPCCയുടെ ജനറൽ സെക്രട്ടറി, KSU ജില്ലാ പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ മുഴുവൻ എന്നെ വിളിച്ചു. അവരെല്ലാം അതിനനുകൂലമായി പോസ്റ്റ് ഇട്ടുണ്ട്. KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റുണ്ട്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹികളും ജില്ലാ നേതൃത്വം ഇട്ടിട്ടുണ്ട്, DCC പ്രസിഡന്റ് പരാതി കൊടുത്തിട്ടുണ്ട്, KPCC ജനറൽ സെക്രട്ടറി പരാതി കൊടുത്തിട്ടുണ്ട്, DKTFൻ്റെ പരാതി കൊടുത്തിട്ടുണ്ട്. കാരണം കാസർഗോട്ടെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസിനെ സ്നേഹിക്കുന്നവരും ആ രക്തസാക്ഷികളോടൊപ്പമാണ്, അവരുടെ കുടുംബത്തോടൊപ്പമാണ്. ആ കുടുംബത്തെ സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. സ്വന്തം ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കള്ളക്കേസുകൾ നേരിടുന്ന, കോടതിയിൽ സാക്ഷി പറയാൻ പോകുന്ന ആ സാക്ഷികളുടെ വികാരം മാനിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായി ഞാൻ എൻ്റെ മനസാക്ഷി പറഞ്ഞു ഞാൻ ചെയ്തത് ശരിയാണ്. ആ ശരിയിൽ ഞാൻ അടിയുറച്ചു നിൽക്കുന്നു. അത് മരിക്കുന്നവരെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ ഡിലീറ്റ് ചെയ്യത്തില്ല. ആ പോസ്റ്റിൽ നിങ്ങൾക്ക് ആർക്ക് വേണേലും വായിക്കാം. അതിനകത്ത് ഏതെങ്കിലും വ്യക്തിയുടെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നപ്പോൾ നിങ്ങളെല്ലാം കൂടെ കാണാൻ വന്നു. ഇന്നലെ KPCCയുടെ ജനറൽ സെക്രട്ടറി TU രാധാകൃഷ്ണനെ വിളിച്ചു. രണ്ടുപേരെ ഈ വിഷയവുമായി അന്വേഷിക്കാൻ വേണ്ടി കമ്മീഷനായി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. രാഷ്ട്രീയകാര്യ സമിതി അംഗം ശ്രീ സുബ്രഹ്മണ്യനെ, KPCCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ നിയാസ് മുഹമ്മദിനെ. അപ്പോൾ അന്വേഷണ കമ്മീഷൻ വെച്ച സ്ഥിതിക്ക് ഞാൻ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അന്വേഷണ കമ്മീഷനോട് ഈ പാർലമെൻറ്റ് ചുമതല വഹിച്ചിരിക്കുന്ന സൈമൺ അലക്സാണ്. അദ്ദേഹത്തെ എത്ര പ്രാവശ്യം തെറി വിളിച്ചു എന്നുള്ള അദ്ദേഹം മൊഴി കൊടുക്കും. KSU ജില്ലാ പ്രസിഡന്റിനെ വിളിച്ച തെറി മൊത്തം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ റെക്കോർഡ് അവരെ ഇട്ട് കേൾപ്പിക്കും. മാത്രമല്ല കേരളത്തിൽ അറിയപ്പെടുന്നൊരു സാമൂഹ്യ സംഘടനയുടെ നേതാവിനെ ഫോണിൽ വിളിച്ച് അസഭ്യം പറഞ്ഞു, അദ്ദേഹം മൊഴി കൊടുക്കും. കാഞ്ഞങ്ങാട്ട് ചില മാധ്യമ പ്രവർത്തകരെ ആക്രമിക്കാനും ആക്ഷേപിക്കാനും തയ്യാറായി, അവർ മൊഴി കൊടുക്കും. അതുകൂടാതെ എൻ്റെ ഡ്രൈവറെ കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി രാജീവൻ ഇളയാവിൻ്റെ മുമ്പിൽ വെച്ച് കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും അസഭ്യവർഷം ചൊരിയുകയും ചെയ്തു. ഡ്രൈവർ മൊഴി കൊടുക്കും. രാജീവൻ ഇളയാവിനോട് ചോദിച്ചാൽ അയാൾക്ക് മൊഴി കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ലോ, കാര്യം അയാളുടെ സാന്നിധ്യത്തിലാണ് ഇതൊക്കെ സംഭവിച്ചത്. അപ്പം അന്വേഷണ കമ്മീഷനെ വെച്ച സ്ഥിതിക്ക് കൂടുതൽ വിവരങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. കാര്യം ഞങ്ങളുടെ കയ്യിലെല്ലാം റെക്കോർഡിക്കൽ എവിഡൻസ് ആണുള്ളത്. ആ എവിഡൻസ് അവർ കേൾക്കുമ്പോൾ അവർക്ക് ബോധ്യമാവും. ഞാൻ കഴിഞ്ഞ 5 വർഷമായിട്ട് പലതും സഹിച്ചിട്ടുണ്ട്, പലതും പുറത്ത് പറഞ്ഞിട്ടില്ല. പിന്നെ ബാലകൃഷ്ണൻ പെരിയ എന്തിനാണ് ഇത്രയും വലിയ പ്രകോപിതനായെന്ന് എനിക്കറിയത്തില്ല. രാത്രികാലങ്ങളിലാണ് അദ്ദേഹം എല്ലാവരെയും വിളിച്ച് തെറി വിളിക്കുന്നത്. ഇപ്പോൾ പകലും തെറിവിളി ആരംഭിച്ചു. പക്ഷേ അതിനൊക്കെ ഒരു അവസാനം വേണ്ടേ ഈ പാർട്ടിയിൽ? KPCCയുടെ ജനറൽ സെക്രട്ടറി, KPCCയുടെ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന അയാളാണ് എനിക്കെതിരെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. ആ പോസ്റ്റിൽ അയാൾക്ക് 4 പേരാണ് പിന്തുണ കൊടുത്തത്. ഒന്ന് അയാളുടെ ചേട്ടൻ്റെ മകൻ, പിന്നെ അയാളുടെ ഒരു അനിയൻ, പിന്നെ 2 പേര്. ബാക്കിയുള്ളവരെല്ലാം പോസ്റ്റിലിട്ട് കമൻറ്റുകൾ നിങ്ങൾ നോക്കണം. അതുകൊണ്ടാണ് പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്. ഡിലീറ്റ് ചെയ്തെങ്കിലും സ്ക്രീൻഷോട്ട് എൻ്റെ കയ്യിലുണ്ട്.